സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നിരിക്കുന്ന ഈ വചനത്തിൽ നിന്നും ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നാം കേട്ടിട്ടുള്ള ദൈവത്തിൻ്റെ വചനമാണ്, പലപ്പോഴും വായിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ വചനമാണ്. എങ്കിൽ തന്നെയും വചനത്തിന് അതിൻ്റെതായ ഒരു ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചില സമയങ്ങളിൽ നാം ആവർത്തിച്ച് വചനങ്ങൾ വായിക്കുമ്പോൾ തന്നെ അത് ചില രംഗങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ ആ വചനം നമ്മോട് വ്യക്തമായി ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച ആ വേദഭാഗമായിരിക്കാം ഇന്ന് വായിപ്പാനായിട്ട് ഇടയായിത്തീർന്നത്. എന്തുമായിക്കൊള്ളട്ടെ, ദൈവവചനത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്, അതിൻ്റെതായ പ്രവൃത്തിയുണ്ട്. അത് ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാം. പ്രൈസ് ദി ലോർഡ്. 13-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. അവിടെ ചില കാര്യങ്ങൾ ഞാൻ എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഒന്നും പോകാതെ പ്രൈസ് ദി ലോർഡ്, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശു അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. ആരെ കണ്ടിട്ട്? പ്രൈസ് ദി ലോർഡ്. അവളെ കണ്ടിട്ട് എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആരാണ് ഈ അവൾ? ഹല്ലേലൂയ. ആരാണ് ഈ സ്ത്രീ? യേശു സ്ത്രീയെ കണ്ടപ്പോൾ, കർത്താവ് ഈ സ്ത്രീയെ കണ്ടപ്പോൾ മനസ്സലിയുവാൻ കാരണമെന്ത്? ഹല്ലേലൂയ. ആരാണ് സ്ത്രീ? ഇവളെ കണ്ടപ്പോൾ യേശു മനസ്സലിഞ്ഞു, കർത്താവ് മനസ്സലിഞ്ഞു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാണ് സ്ത്രീ? എന്താണ് മനസ്സലിയുവാൻ കാരണം? പ്രൈസ് ദി ലോർഡ്. അത് നമുക്കൊന്ന് ചിന്തിക്കാം. ആരാണ് ആ സ്ത്രീ? അവിടെ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 11-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവൾ ഹല്ലേലൂയ പിറ്റന്നാൾ നയിന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിൻ്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. ഹല്ലേലൂയ. ആരാണ് ഈ സഹോദരി? ഒന്ന്, അവൾ വിധവയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ്, എത്രയോ വർഷങ്ങൾക്ക് മുൻപ്, നമുക്ക് അതിൻ്റെ ശരിയായ കാലഘട്ടം അറിയില്ല. വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ, വിധവയായ ഒരു സ്ത്രീ. ഇപ്പോൾ അവളുടെ അവസ്ഥ, ഒരേ ഒരു മകനുണ്ടായിരുന്നു, അവനും മരിച്ചുപോയി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാഷയിൽ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച് ഞാൻ പറയട്ടെ, മരണ ദൂതൻ വിളയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭവനം, മരണം തന്നെ അടിക്കടി നടക്കുന്ന ഒരു ഭവനം. ഹല്ലേലൂയ. പലപ്പോഴും ഈ വാക്യം വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനവുമായി ഭവനങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ, ദേശങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ, ചില ഭവനങ്ങൾ ഈ ഭീതിയിനാൽ നിറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. മരണഭയം, പല രീതിയിൽ മരണം അവരെ പിടിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ചില കുടുംബങ്ങൾ ഈ ലോകത്തുണ്ട്. സ്തോത്രം. കഴിഞ്ഞ വർഷത്തിൽ ചിലപ്പോൾ അവിടെ വേറൊരു വ്യക്തി മരിച്ചിട്ടുണ്ടാകും. അതേ സമയം വരുമ്പോൾ വേറൊരു വ്യക്തി മരിക്കുക, അപകട മരണമോ മറ്റു മരണങ്ങളോ എന്ന് പറഞ്ഞാൽ മരണം വിടാതെ ആ മരണത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന, മരണഭീതിയിലൂടെ കടന്നു പോകുന്ന അനേക കുടുംബങ്ങളെ കുറിച്ച് പ്രശ്നം മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരു മരണം വിളയാടിക്കൊണ്ടിരുന്ന ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീ
അവളുടെ ഭർത്താവ് ആദ്യം നഷ്ടപ്പെട്ടു പോയി. അവളൊരു വിധവയായി മാറി. അവൾക്ക് ആകെ ആശ്രയമുണ്ടായിരുന്ന മകനും ഇപ്പോൾ മരിച്ചുപോയി. സ്തോത്രം. അപ്പോൾ മരണം എന്നത് അവളെ വിടാതെ, അവളെ പിരിയാതെ, മരണം അവളോട് കൂടെ, അവളുടെ കുടുംബത്തോട് കൂടെ പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും മരണഭീതിയാൽ, ഹല്ലേലൂയ, ഞങ്ങളുടെ കുടുംബത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ, ഞങ്ങളുടെ തലമുറയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ, ഞങ്ങൾക്ക് പാരമ്പര്യമായി ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ആരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ പറയുന്നുണ്ടെങ്കിൽ ആ കെട്ടിനെ ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ പൊട്ടിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. അതിനെ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളുടെ പാരമ്പര്യമായി ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു. ഹല്ലേലൂയ. മരണഭീതി ഞങ്ങളെ വിട്ടു മാറുന്നില്ല. ഒന്നിന് പുറകെ മരണം ഞങ്ങളെ കാർന്നു തിന്നുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മരണഭീതിയിലുള്ള ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ കെട്ടിനെ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. പാരമ്പര്യ ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ തകർത്തിടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. മരണഭീതികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. അടിക്കടി ഹല്ലേലൂയ മരണത്തെ കൊണ്ടുവരുന്ന ശത്രുവിന്റെ പ്രവൃത്തികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. പാരമ്പര്യ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഞങ്ങളുടെ കുടുംബമായി പാരമ്പര്യമായി ഞങ്ങൾക്ക് സംഭവിക്കുന്നെന്ന് പറഞ്ഞ് ഹല്ലേലൂയ മരണഭീതിയിൽ കഴിയുന്ന കുടുംബങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അവരെ യേശുവിന്റെ നാമത്തിൽ കർത്താവേ വിടുവിക്കണമേ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറയാം. ആമേൻ. ഹല്ലേലൂയ. ആരാണിവൾ? ഇവളൊരു വിധവയായിരുന്നു. ഇപ്പോൾ ഇവൾ ആരാണ്? മകൻ നഷ്ടപ്പെട്ടു പോയ ഒരമ്മ. തൻ്റെ ഏക ആശ്രയം, ഭർത്താവ് മരിച്ചു പോയപ്പോൾ തനിക്കുണ്ടായിരുന്ന ഏക ആശ്രയമായിരുന്നു ഈ മകൻ. ഇപ്പോൾ മകനും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മരണം ഒന്നിനു പുറകെ ഇവളെ ആലിയെ വിടാതെ പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. അവിടെ വായിച്ചത് 13 നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. അവളെ കർത്താവ് കണ്ടപ്പോൾ, ഹല്ലേലൂയ, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഒറ്റ നോട്ടത്തിൽ അവളുടെ പ്രശ്നത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നിന്നെ കാണട്ടെ. കർത്താവ് നിന്റെ അവസ്ഥകളെ മനസ്സിലാക്കട്ടെ. കർത്താവ് നിന്റെ കുടുംബത്തെ കാണട്ടെ. ഹല്ലേലൂയ. ആ സ്ത്രീയെ കണ്ടപ്പോൾ യേശു മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. ചില കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, കർത്താവ് നിന്റെ കുടുംബത്തെ കാണട്ടെ. കർത്താവ് നിന്റെ മക്കളെ കാണട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ മനസ്സലിവ് നിന്റെ കുടുംബത്തിന്മേൽ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. യേശു അവിടെ വായിക്കുന്ന അവളെ കർത്താവ് കണ്ടിട്ട് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിനറിയാം, കർത്താവിനറിയാം നിന്റെ പ്രശ്നങ്ങൾ എത്രത്തോളം അതിൻ്റെ ആഴമുണ്ടെന്ന് മനുഷ്യർക്ക് അറിയില്ല. പക്ഷേ നിന്നെ സൃഷ്ടിച്ച കർത്താവിന് അറിയാം നിന്റെ പ്രശ്നത്തിൻ്റെ ആഴം. നീ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം ഏതാണെന്ന് നിന്നോട് കൂടെ നടക്കുന്ന മനുഷ്യർക്ക് അറിയില്ല. പക്ഷേ യേശുവിന് നന്നായിട്ട് അറിയാം നിന്റെ പ്രശ്നത്തിൻ്റെ ആഴം. ഹല്ലേലൂയ. ഇന്ന് യേശു നിന്നെ കാണട്ടെ. യേശു നിന്റെ തലമുറയെ കാണട്ടെ. യേശു നിന്റെ കുടുംബത്തെ കാണട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ആ യേശുവിന്റെ മനസ്സലിവ്, ഹല്ലേലൂയ, യേശുവിന്റെ മനസ്സലിവ് നിന്റെ കുടുംബത്തിന്മേൽ ഇറങ്ങി വരട്ടെ. പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ കുടുംബത്തിന്മേൽ മനസ്സലിയുമാറാകണമേ. ഹല്ലേലൂയ. എന്നിൽ മനസ്സലിയുമാറാകണമേ. എൻ്റെ തലമുറയിന്മേൽ മനസ്സലിയുമാറാകണമേ. ഹേ ഹല്ലേലൂയ. കർത്താവ് കണ്ടിട്ട് മനസ്സലിഞ്ഞു. കർത്താവ് നിന്നെ കാണട്ടെ. നിന്റെ പ്രശ്നങ്ങൾ കർത്താവ് കാണുമ്പോൾ, നിന്നെ കർത്താവ് കാണുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിന്റെ മനസ്സലിവ് നിന്റെ മേൽ ഇറങ്ങി വരുവാ. ഹല്ലേലൂയ. കൂടെ അനേകർ ഉണ്ടായിട്ടൊരു പ്രയോജനമില്ല. നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടായിട്ട് നമുക്കൊരു പ്രയോജനവുമില്ല. പ്രയോജനമുള്ളവൻ നമ്മോട് കൂടെ ഉണ്ടാകണം.
സ്തോത്രം. ധാരാളം സ്നേഹിതന്മാരും ധാരാളം ആളുകളും നമ്മുടെ കൂടെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുകയില്ല. പ്രശ്നത്തിന് പരിഹാരം ലഭിക്കണമെങ്കിൽ പ്രശ്നത്തിന് പരിഹാരം വരുത്തുന്നവൻ നമ്മോട് കൂടെ ഉണ്ടാകണം. അതാരാണ്? അത് വേറെ ആരുമല്ല, നസറായനായ യേശുവാണ്. സ്തോത്രം. എനിക്ക് അവരുണ്ട്, എനിക്ക് ഇവരുണ്ട്, എനിക്ക് സ്നേഹിതന്മാരുണ്ട്, എനിക്ക് എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. പ്രശ്നപരിഹാരകൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ. പ്രശ്നത്തിന് പരിഹാരം കൊടുക്കുന്ന യേശു നിന്നെ കാണട്ടെ. യേശുവിൻ്റെ മനസ്സലിവ് നിന്റെ മേൽ ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആരാണ് സ്ത്രീ? എല്ലാം നഷ്ടപ്പെട്ടവൾ. ഹല്ലേലൂയ. ഭർത്താവ് നഷ്ടപ്പെട്ടവൾ, മകൻ നഷ്ടപ്പെട്ടവൾ. ഹല്ലേലൂയ. സ്തോത്രം. താൻ ഒറ്റപ്പെട്ടു പോയി. താൻ ഒറ്റപ്പെട്ടു. ഈ ഭൂമിയിൽ താൻ ഒറ്റപ്പെട്ടു. ആദ്യം ഭർത്താവിന് നഷ്ടമായി, ഇപ്പോൾ മകനും നഷ്ടമായി. താൻ ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടു. ഹല്ലേലൂയ. ആരൊക്കെ ഉണ്ടെങ്കിലും ഒറ്റപ്പെടലിൻ്റെ അനുഭവം മനസ്സിലാക്കിയ ഈ സ്ത്രീയെ യേശു കണ്ടിട്ട് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ വേദന യേശു കണ്ട് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. യേശു കണ്ട് മനസ്സലിഞ്ഞു. ഗ്ലോറി ടു ഗോഡ്. യേശുവിൻ്റെ മനസ്സലിവ് ആ സ്ത്രീയുടെ മേലേക്ക് ഇറങ്ങി വന്നു. യേശു കണ്ടപ്പോൾ, അങ്ങനെ വായിച്ചല്ലേ? വായിച്ചേ. ഹല്ലേലൂയ. 13 വാക്യം വായിക്കുന്നത്, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ്. അവളെ കണ്ടപ്പോൾ കർത്താവ് മനസ്സലിഞ്ഞു. അവളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവളുടെ പ്രശ്നം. ഹല്ലേലൂയ. നിന്നെ കാണുമ്പോൾ നിന്റെ പ്രശ്നം അറിയുന്ന ഒരുവനാണ് നിന്നോട് കൂടെയുള്ളത്. ഹല്ലേലൂയ. എത്ര പേർ നിന്റെ കൂടെ ഉണ്ടായിട്ടും അവർക്ക് ഇതുവരെയും നിന്റെ പ്രശ്നം മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര സ്നേഹിതന്മാരും കൂട്ടുകാരന്മാരും നിനക്കുണ്ടായിട്ടും നിന്റെ പ്രശ്നത്തെ കാണുവാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ. എന്നാൽ യേശു നിന്നെ കണ്ടപ്പോൾ നിന്റെ പ്രശ്നത്തെ യേശു മനസ്സിലാക്കി. അതുകൊണ്ട് പറയുന്നത്, അവൻ മനസ്സലിഞ്ഞു. ഗ്ലോറി. അവൻ മനസ്സലിഞ്ഞു. അവൻ മനസ്സലിഞ്ഞു. ഇന്ന് ഒറ്റപ്പെട്ടു പോയവർ ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. സകലവും നഷ്ടപ്പെട്ടു പോയ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങളെ കാണുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളുടെ മേൽ മനസ്സലിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ വിളിച്ചു പറയുന്നു, ആത്മാവിൽ ഒറ്റപ്പെട്ടു പോയ അല്ലെങ്കിൽ ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിന്നെ കാണുന്ന, നിന്നെ മനസ്സലിയുന്ന, നിന്റെ വിഷയത്തെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഭയങ്കരമായ ഒരു പ്രശ്നം. ഒറ്റപ്പെട്ടു പോകുക. ഉണ്ടായിരുന്ന സകലവും നഷ്ടപ്പെട്ട് ഭർത്താവും ഏകാശ്രമമായ മകനും നഷ്ടപ്പെട്ടപ്പോൾ ദേശനിവാസികളുണ്ട്, അവരുണ്ട്, ഇവരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് സ്വന്തമായി നഷ്ടപ്പെട്ടു പോകുമ്പോൾ നാം ഒറ്റപ്പെട്ടവരായി മാറും. ഹല്ലേലൂയ. നാം ഒറ്റപ്പെട്ടവരായി മാറും. ചിലപ്പോൾ 1-2 ദിവസങ്ങളിൽ ആശ്വസിപ്പിക്കാൻ 1-2 പേർ കാണും. അത് കഴിഞ്ഞാൽ അവർ അവരുടെ പാട്ടിന് പോകും. പക്ഷേ യേശു അവളെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. കർത്താവിൻ്റെ മനസ്സലിവ്. നിന്നെ കാണുമ്പോൾ തന്നെ കർത്താവ് മനസ്സലി. കാരണം നിന്റെ പ്രശ്നം കർത്താവിൻ്റെ മനസ്സിലായി. ഹല്ലേലൂയ. മറ്റവർക്ക് ആർക്കും മനസ്സിലായില്ല, പക്ഷെ യേശുവിന് മനസ്സിലായി. ഒന്ന്, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. ഇത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്, മനസ്സലിയുക എന്ന് പറയുന്നത്. പലപ്പോൾ സുവിശേഷങ്ങളിൽ നിങ്ങൾ പല ഭാഗങ്ങളിൽ വായിച്ചിട്ടുണ്ട് കർത്താവ് മനസ്സലിഞ്ഞത്. ഇടയിലില്ലാത്ത ആടുകളെ പോലെ ചിതറിയിരിക്കുന്ന ജനങ്ങളെ കണ്ട് യേശു മനസ്സലിഞ്ഞു. കുഷ്ഠരോഗിയെ കണ്ട് യേശു മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. വിശപ്പുള്ളവരെ കണ്ട് യേശു മനസ്സലിഞ്ഞു. രോഗികളെ കണ്ട് യേശു മനസ്സലിഞ്ഞു. യേശുവിനൊരു സ്വഭാവമാണ്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ യേശു മനസ്സലിഞ്ഞു. ആമേൻ. അവൻ അവരെ വിട്ടുപോകുന്ന ദൈവമല്ല, അവരെ ചേർത്തണയ്ക്കുന്ന ദൈവമാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എൻ്റെ കർത്താവ് മനസ്സലിവും താഴ്മയുമുള്ളവനാണ്.
ആമേൻ. നിന്നോട് മനസ്സലിവ് കാണിക്കുന്ന ഒരു നല്ല കർത്താവാണ് യേശു. നീ വിശ്വസിക്കുക. നീ അങ്ങനെ തന്നെ പറഞ്ഞ കർത്താവിനെ മഹത്വപ്പെടുത്തുക. മനുഷ്യനല്ല, മനുഷ്യനിൽ അങ്ങനെയുള്ളൊരു സ്വഭാവമില്ല. പക്ഷെ ക്രിസ്തു യേശു കർത്താവ് നിന്നെ കാണുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവമാണ്, മനസ്സലിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഒന്ന്, കർത്താവ് അവളെ കണ്ട് മനസ്സലിഞ്ഞു. അടുത്ത വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവളോട് കരയണ്ട. അവളോട് കരയണ്ട. അവിടെ ഒരു ജനസമൂഹം അവിടെയുണ്ട്, ജനാവലി അവിടെയുണ്ട്. അവളുടെ കൂടെ വന്നവരുണ്ട്, മഞ്ചം പിടിച്ചുകൊണ്ട് പോകുന്നവർ, തൻ്റെ മകൻ മരിച്ചപ്പോൾ അടക്കുവാൻ പോകുന്ന ഒരു കൂട്ടം ആളുകൾ. ആരും പറഞ്ഞില്ല കരയണ്ട. സ്തോത്രം. യേശു അവളോട് പറഞ്ഞെന്നറിയാമോ? ഹല്ലേലൂയ. അവളോട് കരയണ്ട. സ്തോത്രം. എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് കരയണ്ട. ഇന്ന് അങ്ങനെ പറയുവാൻ ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. നീ കരയണ്ട, നീ ആകുലപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട, നീ കരയണ്ട. ആ സ്ത്രീയെ കണ്ട് മനസ്സറിഞ്ഞ് അടുത്ത് യേശു പറയുകയാണ്, നീ കരയണ്ട. ഹല്ലേലൂയ. കരഞ്ഞ് കരഞ്ഞ് ജീവിതം മുഴുവനും കരഞ്ഞു തീർക്കുവാനുള്ളതല്ല. ഒരു ദിവസം വരും, ഒരു ദിവസം കർത്താവ് നിനക്ക് തരും. ആമേൻ. ജീവിതം മുഴുവൻ കരഞ്ഞു തീർക്കാനുള്ളതല്ല. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? നിന്റെ ജീവിതം കരഞ്ഞു തീർക്കുവാനുള്ളതല്ല. സ്തോത്രം. നിന്റെ കണ്ണുനീരെല്ലാം കഴിഞ്ഞുപോയെങ്കിൽ നിന്റെ ജീവിതം കണ്ണുനീരിൽ അവസാനിപ്പിക്കുന്ന ജീവിതമല്ല. കരയണ്ട എന്ന് പറയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നീ കരയണ്ട. ഓ, എത്ര ആശ്വാസം നൽകുന്ന ഒരു വാക്കാണത്. കരയണ്ട. അവരോട് പറയുക കരയണ്ട. ഹല്ലേലൂയ. നിങ്ങൾ പഴയ നിയമത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ഒരു സ്വഭാവം അവിടെ എഴുതിയിട്ടുണ്ട്. ആവർത്തന പുസ്തകത്തിലേക്ക് നിങ്ങൾ വന്നേ. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പഴയ നിയമത്തിലും ഈ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആവർത്തന പുസ്തകം 10-ന്റെ 17 മുതൽ വായിച്ചു. നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദി ദൈവവും കർത്താദി കർത്താവുമായ വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ. അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നില്ല. അടുത്ത വാക്യം 18. അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. പരദേശിയെ സ്നേഹിച്ച് അവന് അന്നവും വസ്ത്രവും നൽകുന്നു. അവിടെ വിധവയെ, ഹല്ലേലൂയ, വിധവയ്ക്ക് വിധവമാർക്ക് ന്യായം നടത്തി കൊടുക്കുന്ന ഒരു ദൈവം. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവമാണ് കാണുവാൻ കഴിയുന്നത്. അവൻ മുഖപക്ഷം നോക്കുന്നില്ല, മുഖം നോക്കുന്നില്ല. അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്ന ദൈവം. പരദേശിയെ സ്നേഹിച്ച് അവന് അന്നവും വസ്ത്രവും നൽകി കൊടുക്കുന്ന ഒരു നല്ല കർത്താവ്. ആ കർത്താവ് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഈ സ്ത്രീയെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു പറയുകയാണ്, നീ കരയണ്ട. ഈ ആശ്വാസവാക്ക് നമുക്ക് എവിടെ കാണുവാനായിട്ട് കഴിയും? ഇന്ന് ജനമെല്ലാം ലോകം മുഴുവൻ തിക്കും തിരക്കിലുമാണ്. ബിസിയാണ് ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ബിസിയാണ് ഒരു ലോകം. ആർക്കും ആരെയും കാണുവാനുള്ള സമയമില്ല, ആർക്കും ആരെയും കരുതുവാനുള്ള സമയമില്ല. എല്ലാവരും തിരക്കുള്ളവരാണ്. ആ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, കരയണ്ട. നീ കരഞ്ഞ് തീർക്കാനുള്ളതല്ല നിന്റെ ജീവിതം. ഒരു ദിവസം ദൈവം നിനക്ക് തരും. ഒരു ദിവസം നിനക്ക് ദൈവം തരും. ഒരു ദിവസം നീ ദൈവത്തെ സന്ധിക്കും. ഒരു ദിവസം നീ ദൈവത്തെ കാണും. ഒരു ദിവസം നീ യേശുവിൻ്റെ സ്നേഹത്തെ അറിയും. പ്രൈസ് ദി ലോർഡ്. കരഞ്ഞു തീർക്കുവാനുള്ളതല്ല നിന്റെ ജീവിതം. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഈ ലൈവിലൂടെ വിളിച്ചു പറയുന്നു, കരഞ്ഞു തീർക്കുവാനുള്ളതല്ല നിന്റെ ജീവിതം. ഒരു ദിവസം ദൈവം നിനക്ക് തരും. യേശു ഒരു ദിവസം നിന്നെ കാണും. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ജീസസ്. കരഞ്ഞു തീർക്കുവാനുള്ളതല്ല നിന്റെ ജീവിതം. ഒരു ദിവസം നീ യേശുവിനെ കാണും. യേശു പറയും, ഇനി നീ കരയണ്ട. യേശു നിന്നോട് മേൽ മനസ്സറിയും.
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു നിന്റെ മേൽ മനസ്സലിയും. ഇനി നീ കരയണ്ട, ഇനി നീ കരയണ്ട, ഇനി നീ കരയണ്ട. സിയൽ പുത്രി, ഇനി നീ കരയണ്ട. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊക്കെയും തുടയ്ക്കുന്ന ഒരു നാൾ വരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കരഞ്ഞു തീർക്കുവാനുള്ളതല്ല നിന്റെ ജീവിതം. ഒരു ദിവസം നീ യേശുവിനെ കാണും, ഒരു ദിവസം നീ യേശുവിനെ കാണും. സകലവും നഷ്ടപ്പെട്ടു പോയി എന്ന് നീ പറയുന്ന ആ സമയത്ത് യേശു നിന്നെ സന്ധിക്കും, യേശു നിന്നെ കാണും. യേശു നിന്നെ കാണുമ്പോൾ മനസ്സലിയും. യേശു മനസ്സലിയുമ്പോൾ കരയണ്ടെന്ന് പറയും. ഒരു ദിവസം കർത്താവ് നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നിന്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടിയുള്ളതല്ല. കർത്താവ് നിനക്കൊരു ദിവസം തരും. കർത്താവ് ഒരു ദിവസം നിന്നെ കാണുവാൻ പോകുകയാണ്. കർത്താവിന്റെ കണ്ണ് നിന്നെ കാണുവാൻ പോകുകയാണ്. കർത്താവിന്റെ കരം നിന്റെ മേൽ ഇറങ്ങാൻ പോകുകയാണ്. കർത്താവ് നിന്നെ കണ്ട് മനസ്സലിയാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. യേശു പറഞ്ഞു കരയണ്ട. യേശു പറഞ്ഞത് കരയണ്ടെന്ന്. അല്ലെങ്കിൽ മനുഷ്യൻ പറഞ്ഞാൽ പിന്നെയും കരച്ചിനുമ്പോൾ കരച്ചു തരുന്നവരാണ്. പക്ഷെ യേശു പറഞ്ഞു കരയണ്ട. കരയണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരു അത്ഭുത പ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? കരയണ്ട എന്ന് കർത്താവ് നിന്നോട് പറഞ്ഞെങ്കിൽ അതിന്റെ പുറകിൽ ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. കരയണ്ടെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഒരു ദൈവ മഹത്വം നിനക്ക് കാണുവാനായിട്ട് കഴിയും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ഇന്ന് ദൈവാത്മാവിനോട് പറയുന്നു കരയണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ പിറകിൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ടുണ്ട്. ചിലതിനെ കർത്താവ് നിനക്ക് തിരിച്ചു തരുന്ന ദിവസമാണ്. ഹല്ലേലൂയ. ചിലത് കർത്താവ് നിന്റെ കയ്യിൽ തരാൻ പോകുകയാണ്. ഇനി നീ കരയണ്ട, ഇനി നീ കരയണ്ട. ദൈവം നിന്റെ മേൽ മനസ്സ് ഇറങ്ങിയെങ്കിൽ, ദൈവം നിന്റെ മേൽ മനസ്സ് അലിഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, കരയണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ പിറകിൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാണ്. ദൈവമഹത്വം നിന്റെ കുടുംബത്തിൽ, നിന്റെ മേലും നിന്റെ കുടുംബത്തിന് മേലും വെളിപ്പെടുവാൻ സമയമായി എന്നാണ് അർത്ഥം. ഇനി നീ കരയണ്ട, ഇനി അതിനെ കുറിച്ച് നീ ദുഃഖിക്കേണ്ട, ഇനി അതിനെ കുറിച്ച് നീ ഓർക്കേണ്ട. കരയേണ്ട മകളെ, കരയേണ്ട മകനെ, ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടുവാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിന്മേൽ വെളിപ്പെടുവാൻ പോകുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. ആര് കണ്ണുകൾ അടച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഇനി കരയണ്ടെന്ന് പറയുമ്പോൾ നിനക്ക് ചിലത് നഷ്ടമായതിനെ തിരിച്ചു തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കരയണ്ടെന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കരയണ്ടെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ നിന്റെ ഒറ്റപ്പെടുന്ന അവസ്ഥയെ ദൈവം മാറ്റുവാൻ പോകുന്നു. കരയണ്ടെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ നിന്റെ കണ്ണുനീരെ തുടയ്ക്കുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. കരയണ്ടെന്ന് പറയുമ്പോൾ ദൈവമഹത്വം വെളിപ്പെടുവാൻ സമയമായി എന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. കരയണ്ട. യേശുവോട് പറഞ്ഞതാ ഒന്ന്, യേശു മനസ്സറിഞ്ഞു. രണ്ട്, യേശു പറഞ്ഞ അവളോട് കരയണ്ട. മൂന്നാമത്തെ ഒരു കാര്യം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്നു. ഓ, യേശു അടുത്തു ചെന്നു. യേശു അടുത്തു ചെന്നു. യേശു അടുത്തു ചെന്നു. നോക്കിക്കേ, കരയണ്ടെന്ന് പറഞ്ഞ യേശു അങ്ങനെ പോയില്ല. യേശു അടുത്തു ചെന്നു. യേശു അടുത്തു ചെന്നു. ഇന്ന് യേശു നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. യേശു നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. പക്ഷെ വിശ്വസിച്ചോ, യേശു നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുമ്പോൾ ചില പ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഇന്ന് വിശ്വാസത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോ. യേശു നിന്റെ അടുക്കിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നിന്റെ കുടുംബത്തിനൊരു സൗഖ്യമുണ്ട്, നിന്റെ കുടുംബത്തിനൊരു വിടുതലുണ്ട്, നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു വലിയ ദൈവപ്രവൃത്തി കാണുവാനായിട്ട് ഇടയായിത്തീരും. സഖായേ ഹല്ലേലൂയ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ വസിക്കേണ്ടതാകുമെന്ന് കർത്താവ് പറയുമ്പോൾ അതിന്റെ പുറകിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിൽ യേശു വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ചിലതിനെ ഹല്ലേലൂയ മാറ്റി മാറ്റി എഴുതുവാൻ ഹല്ലേലൂയ യേശു നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരികയാണ്. ഞാൻ വീണ്ടും ആത്മാവ് വിളിച്ചു പോലെ ചിലതിനെ മാറ്റി എഴുതുവാൻ യേശു നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. ചിലതിനെ തകർത്ത് കളയുവാൻ, പാരമ്പര്യമായി ചില ശക്തികളെ ഉടച്ചു കളയുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ
തലമുറ തലമുറയായി നിന്നെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഷയത്തിന്റെ മേൽ യേശു അടുത്തു വരികയാണ്. യേശു നിന്റെ അടുത്ത് വരികയാണ്. യേശു നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരികയാണ്. യേശു നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ്. നിന്നെ ആലോചനപ്പെടുത്തുന്ന, നിന്നെ വേദനപ്പെടുത്തുന്ന, നിന്റെ ഉറക്കത്തെ കെടുത്തി കളയുന്ന ആ ദുഷ്ട പ്രവർത്തികളെ തകർക്കുവാൻ, അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ യേശു നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. യേശു അടുത്തേക്ക് ഇറങ്ങി വരികയാണ്. പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ആമേൻ, സ്തോത്രം. മനസ്സറിഞ്ഞ കർത്താവ്, കരയേണ്ട എന്ന് പറഞ്ഞ കർത്താവ് ആ വഴിക്ക് പോയില്ല. മൂന്നാമത് കർത്താവ് അവളുടെ അടുത്ത് ചെന്നു. ആ ഒരു സാന്നിധ്യം എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ് ആ കർത്താവിൻ്റെ സാന്നിധ്യം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിനോട് അടുത്ത് വരണമേ. ആ കർത്താവിന്റെ സാന്നിധ്യം എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. വചനം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കാനായിട്ട് കഴിയും. ജീസസ്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിച്ചു, കർത്താവേ അവിടുത്തെ സാന്നിധ്യം എന്നോട് അടുത്തു വരണമേ. ആ സാന്നിധ്യം, ഗ്ലോറി ടു ഗോഡ്, ദൈവത്തിന്റെ സാന്നിധ്യം അടുത്ത് വന്നു എന്ന് പറയുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യമാണ്. ഗ്ലോറി 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 ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്. അവൻ അടുത്ത് ചെല്ലുന്നു, അവൻ അടുത്ത് വരുന്നു, അവൻ അടുത്ത് ചെന്നു, അവൻ അടുത്ത് ചെന്നു. ഇന്ന് നിന്റെ അടുക്കിലേക്ക്, നിന്റെ അടുക്കിലേക്ക് വേറെ ആരും വരാതിരിക്കുമ്പോൾ ആര് വരുന്നു? യേശു നിന്റെ അടുക്കിലേക്ക് വരുന്നു. യേശു നിന്റെ അടുക്കിലേക്ക് വരുന്നു. എഴുതിച്ചോ. പ്രൈസ്. നിന്റെ കൂട്ടുകാരന്മാർ ഇപ്പോൾ നിന്റെ അടുത്തില്ല, നിന്റെ സ്നേഹിതന്മാർ നിന്നെ വിട്ടുപോയി, നിന്റെ ബന്ധുക്കാർ നിന്നെ ഉപേക്ഷിച്ചു. എന്നാൽ യേശു നിന്റെ അടുത്തേക്ക് വരികയാണ്. എന്തിനു വരുന്നു? യേശു അടുത്ത് ചെന്ന്, അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, യേശു അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ഹല്ലേലൂയ. ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് പറഞ്ഞേ എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. യേശു അടുത്ത് വരുന്നതിൻ്റെ പിന്നിൽ ചിലതിനെ തൊടുവാൻ വേണ്ടിയിട്ട്, നഷ്ടപ്പെട്ടു പോയതിനെ തൊടുവാൻ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതിനെ തൊടുവാൻ, അതിനെ വീണ്ടും തിരിച്ചു തരുവാൻ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് വചനത്തെ? ഹല്ലേലൂയ. യേശു അടുത്ത് വരുന്നെങ്കിൽ ഒരു കാര്യം വിശ്വസിച്ചോ, ചിലതിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുവാൻ, നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടും തിരിച്ചു തരുവാൻ. ഹല്ലേലൂയ. നിന്റെ കയ്യിൽ നിന്നും പോയി പറിച്ചെടുത്തതിനെ തിരിച്ചു തരുവാൻ യേശു നിന്റെ അടുക്കിലേക്ക് വരികയാണ്. ചിലതിനെ തൊടുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വർഷങ്ങളായി, നാളുകളായി പാരമ്പര്യ ശക്തിയാൽ ഭാരപ്പെട്ട്, 6 വർഷങ്ങളായി മരണഭീതിയാൽ ഭാരപ്പെടുന്ന പ്രിയമുള്ളവരെ, യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ ചിലതിനെ തൊടുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവൻ ചിലതിനെ തൊട്ട് ഇന്ന് വിടുവിക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കർത്താവിന്റെ കരമോടെ ഇറങ്ങാൻ പോകുകയാണ്. ജീസസ്, നിന്റെ വിഷയത്തിന്റെ കർത്താവ് തൊടാൻ പോകുകയാണ്. എത്ര പേർ പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. നിന്റെ വിഷയത്തിന്റെ കർത്താവ് തൊടാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന വിഷയത്തിന്റെ കർത്താവ് തൊടാൻ പോകുകയാണ്. നിന്റെ രോഗ വിഷയത്തിന്മേൽ കർത്താവ് തൊടാൻ പോകുകയാണ്. നിന്റെ കടൻ പ്രശ്നത്തിന്മേൽ കർത്താവ് തൊടാൻ പോകുകയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. അത് നഷ്ടപ്പെട്ടു പോയതിനെ കർത്താവ് തൊടാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്റെ തലമുറയുടെ വിഷയത്തിന്റെ കർത്താവ് തൊടാൻ പോകുകയാണ്. ഗ്ലോറി ടു ഗോഡ്. തലമുറയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതിനെ തിരിച്ചു തരുവാൻ എന്റെ കർത്താവ് തൊടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ. കർത്താവേ തൊടണമേ.